അതായത് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല. ഞാൻ ഇന്നലെ മാധ്യമങ്ങളിൽ കൂടെയാണ് വാർത്ത അറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് വിട്ടുകൊടുത്ത ഭൂമിയാണ്. അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ആ കാര്യത്തിൽ അദ്ദേഹം അമ്മയുടെ വിൽപത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ അദ്ദേഹമായിട്ട് എഴുതി കൊടുത്തതല്ല. അദ്ദേഹമായിട്ട് എഴുതി കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിന് പിൻവലിക്കാം. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എഴുതി കൊടുത്ത്, അമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാവ് എന്നുള്ളത്, അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം RSS BJPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അക്കാര്യം പാർട്ടിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ് അക്കാര്യം. കാരണം ഏതാണ്ട് 400 പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. 200 പേരെ കാണാനില്ല. അതിൻ്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ കേരളത്തിൽ മൊത്തം 600 പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖമല്ലേ? ഓരോ പൗരനും ആയുസ് അതിനുവേണ്ടിയല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഗവൺമെൻറ് ആണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലൊക്കെ. 600 പേര് മരിച്ചവർ കേരളത്തിലുള്ളവരല്ലേ, ഇന്ത്യക്കാരല്ലേ? അപ്പോൾ അത് നിസ്സാരമാണോ? അത് 2 പഞ്ചായത്ത് 2-3 വാർഡുകളെയാണ് ബാധിച്ചതെങ്കിലും എത്ര പേര് മരണപ്പെട്ടു നോക്കണ്ടേ? ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അതിന് പകരം 3 വാർഡുകളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷിയുള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം? അദ്ദേഹം ആ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ. അങ്ങനെ ഒരു വ്യക്തി മന്ത്രി പോട്ടെ, ഒരു സാധാരണക്കാരൻ പറയുക അതുപോലത്തെ വാചകങ്ങൾ, അത് തെറ്റാണ്. അദ്ദേഹവും മാപ്പ് പറയണം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാപ്പ് പറയണം. ഒരു നായ പൈസ പോലും തന്നില്ല എന്നുള്ളത് പോട്ടെ, അതിന് വരെ അവമാനിക്കുക, അതാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പൈസ പോലും തന്നില്ല. ഇതായിരിക്കും നിലപാട്, ഇതായിരിക്കും അവരുടെ നിലപാട്. അതായത് ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും കേരളത്തിനോട് നിലപാട് ഇതാണ്. അപ്പോൾ എന്താ, കേരളം ഇന്ത്യയിലല്ലേ? എന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് 600 പേരാണ് മരിച്ചത്. അത് പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ ഒന്നും കണക്കെടുക്കണ്ട, കേരളത്തിലല്ലേ സംഭവം. കേരളത്തിൽ 600 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം ദുഃഖമല്ലേ? അതിനൊരു വാർഡിൻ്റെ ഇഷ്യൂ ആയിട്ടാണോ കാണേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല, സാധാരണക്കാരൻ പറയാൻ പാടില്ലാത്ത വാചകമാണ് ഇന്നലെ വി. മുരളീധരൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടല്ലോ കാര്യങ്ങൾ. ഇമ്മീഡിയറ്റായിട്ട് കുറച്ച് എമൗണ്ട് സാങ്ഷൻ ചെയ്യാൻ എന്താ കുഴപ്പം? അറ്റ്ലീസ്റ്റ് 100 കോടിയെങ്കിലും ആദ്യ ഗഡുവായിട്ട് കൊടുത്താൽ അത് വളരെ സഹായമല്ലേ? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെയായി ഇരിക്കുകയല്ല. പക്ഷേ കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരിക തന്നെ വേണം. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ആ നിലയ്ക്ക് കേരളത്തിൻ്റെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ കണക്കാക്കി ആ പണമെങ്കിലും തന്നൂടെ? അപ്പോൾ അത് തരാത്ത തെറ്റ് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം പല സംഘടനകളും വീട് വെച്ച് നൽകാനുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പം ഞങ്ങൾ തന്നെ 100 വീടുകൾ പണിയാൻ തീരുമാനിച്ചു. അതിൻ്റെ എമൗണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പണിയേണ്ട സ്ഥലം വിട്ടുതരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ കാര്യത്തിൽ ഒരു കേരളത്തിൻ്റെ വിഷയങ്ങൾ ഞങ്ങളിപ്പോൾ LDF എന്ത് പറയുന്നത് ഞങ്ങൾ നോക്കുന്നില്ല. കേരളം ചെയ്യണം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഇന്നലത്തെ ഹർത്താൽ, വയനാട് ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായില്ല. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട്.
പക്ഷേ കേന്ദ്രം തരാത്തതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ഇലക്ഷൻ കഴിയുന്നിടം 3 നിയോജകമണ്ഡലങ്ങളും ജയിക്കാൻ കഴിയുന്നുള്ള ശുഭപ്രതീക്ഷയാണ് UDFനുള്ളത്. വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഭൂരിപക്ഷത്തിനെ ബാധിക്കില്ല എന്നാണ് ഒരു പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം. ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ 23-ാം തീയതി കഴിഞ്ഞിട്ട് പറയാം, റിസൾട്ട് വന്നതിന് ശേഷം.